ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള ഹ്യൂമാനിസം ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. 3 ഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വേഗം അതെല്ലാം കണ്ട് സെറ്റായി പഠിച്ചിട്ട് വേണം ഈ ഒരു ഭാഗം കാണാൻ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിനൈസൻസ് ലോകത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു അല്ലേ. അത് വേഗം റിവൈസ് ചെയ്യണോ വേണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നവോത്ഥാന കലകൾ റിനൈസൻസ് ആർട്ടിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് പെയിൻറ്റിങ്സിനെ പറ്റി പഠിക്കും. അത് കഴിഞ്ഞിട്ട് സ്കൾപ്ചേഴ്സ് ശില്പങ്ങളെ പറ്റി പഠിക്കും. അവിടുത്തെ ആർക്കിടെക്ചറിനെ പറ്റി പഠിക്കും. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന സാഹിത്യകൃതികൾ ലിറ്ററേച്ചർ അതിനെ പറ്റി പഠിക്കും. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്ന 4 ടോപ്പിക്സ് ഇതാണ് കേട്ടോ. എന്തൊക്കെയാണ്? പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ. ഈ 4 ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് നവോത്ഥാന കലകളിനെ പറ്റിയൊരു ഇൻട്രോ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങുമ്പോൾ തന്നെ 2 പെയിൻറ്റിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒരെണ്ണം മിഡീവിയൽ പെയിൻറ്റിങ്, രണ്ടാമത്തത് നവോത്ഥാന കാലത്തിലെ ഒരു പെയിൻറ്റിങ്. രണ്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവർ എഴുതിയിരിക്കുന്നത് വായിക്കാം. പെയിൻറ്റിങ്സ് ഫ്രം ദി മിഡിൽ ഏജസ് and the Renaissance period are given here. Yes, നമ്മൾ കണ്ടു. Although the themes are similar, distinct differences are evident in their style. എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പിക്ചറിലും നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? രണ്ടും ഒരേ കാര്യമാണല്ലേ, പക്ഷേ ആശയം ഒന്നാണെങ്കിലും രണ്ടും വരച്ചിരിക്കുന്ന സ്റ്റൈൽ ഒന്നാണോ? അല്ല, രണ്ടിലും വേറെ വേറെ സ്റ്റൈലിലാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ രണ്ടിൻ്റെയും ആശയം സെയിം ആണ്. നോട്ടബ്ലി മിഡിൽ ഏജ് പെയിൻറ്റിങ്സ് ടെൻഡ് ടു എംഫസൈസ് സ്പിരിച്വൽ തീംസ് സച്ച് ആസ് ഏഞ്ചൽസ് ആൻഡ് ഹെവൻലി റൺസ്, whereas Renaissance paintings focus on the beauty of the human form, originality and a naturalistic use of colors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടബ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധേയമായിട്ട് എന്താണ്, ഈ മധ്യകാലത്തെ പെയിൻറ്റിങ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ കാണാൻ പറ്റിയ എന്താണ്, ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ തീംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയ ഘടകങ്ങൾ, അങ്ങനെയൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. അവിടെ കുറേ മാലാഖമാരും ഒക്കെ കാണാല്ലേ, ഒരു ഹെവൻ ഫീലാണ്. റൺസ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു മേഖല എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പം ഈ മാലാഖമാരും ഒരു സ്വർഗ അന്തരീക്ഷമാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുക? മിഡീവിയൽ പെയിൻറ്റിങ്സിൽ പ്രധാനമായിട്ടും കാണാൻ പറ്റുക. ക്ലിയർ? ഇനി നേരെ മറിച്ച് നമ്മുടെ റിനൈസൻസ് പെയിൻറ്റിങ്സിൽ എങ്ങനെയാണ്, എന്താണ് അതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്? അതിൽ സ്പിരിച്വൽ തീംസ് ഒന്നല്ല, എങ്ങനെയാണോ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സൗന്ദര്യവും അതിൻ്റെ ഒറിജിനാലിറ്റി, അതുപോലെ തന്നെ കളറൊക്കെ നോക്കിക്കേ, യൂസ് ചെയ്തിരിക്കുന്ന കളറ് എല്ലാം നാച്ചുറലിസ്റ്റിക് ആയിട്ടാണ്. ശരിക്കും എങ്ങനെയാണോ മനുഷ്യരുള്ളത് അതേപോലെയാണ് റിനൈസൻസ് പെയിൻറ്റിങ്ങുകൾ വരച്ചിരുന്നത്. ക്ലിയർ ആണോ 2 പെയിൻറ്റിങ്ങിൻ്റെയും ഡിഫറൻസ്? This shift in artistic focus was a hallmark of the Renaissance period, during which fields like painting, sculpture and architecture underwent profound transformations. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാറ്റം അല്ലേ, ഈ ഒരു നവോത്ഥാന കാലത്തിലെ ഈ ഒരു മാറ്റമാണ് ആ നവോത്ഥാന കാലത്തിൻ്റെ ഒരു മുഖമുദ്ര. ഹോൾമാർക്ക് എന്ന് പറഞ്ഞാൽ മുഖമുദ്ര എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഏതൊരു ഫീൽഡായാലും, പെയിൻറ്റിങ് ആയാലും സ്കൾപ്ചർ ആയാലും ആർക്കിടെക്ചർ ആയാലും വളരെയധികം മാറ്റങ്ങൾക്ക്, ട്രാൻസ്ഫോർമേഷന് വിധേയമായി. ക്ലിയർ ആണോ? യെസ്. ഈ ഒരു നവോത്ഥാന കാലത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ, ഹോൾമാർക്ക് തന്നെ എന്താണ്? ഈ ഒരു ഷിഫ്റ്റാണ്. ആർട്ടിസ്റ്റിക് ഫോക്കസ് അല്ലേ, ഈ ആർട്ടിസ്റ്റുകാരുടെയൊക്കെ ഫോക്കസ് തന്നെ മാറിപ്പോയി അല്ലെ, ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാന മുഖമുദ്രയായിട്ട് കാണുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത സെൻറ്റൻസ് ആണ് ഫ്ലോറൻസ്. ഫ്ലോറൻസിനെ പറ്റിയിട്ട് പറയുന്നത്. ഫ്ലോറൻസ് എവിടെയാണ് കേട്ടത്? യെസ്, നമ്മൾ ഇറ്റലിയിലെ പ്രധാന സിറ്റികളിലൊന്നാണ് ഫ്ലോറൻസ് അല്ലേ. ഫ്ലോറൻസ് വൺ ഓഫ് ദി മേജർ കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ് ഇൻ യൂറോപ്പ്. ഫ്ലോറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലെ പ്രധാന ഈ ട്രേഡൊക്കെ നടക്കുന്ന ഒരു സിറ്റിയാണ് അല്ലെങ്കിൽ സെൻറ്ററാണ് അല്ലേ. ഈ ഫ്ലോറൻസ് ആണ് പിന്നീട് ഇറ്റലിയിലെ നവോത്ഥാനത്തിൻ്റെ പ്രധാന കേന്ദ്രമായി മാറിയത്.
അപ്പോൾ ഇറ്റലിയിലെ പ്രധാന നവോത്ഥാന കേന്ദ്രം ഏതാണ്? ഫ്ലോറൻസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് പെയിൻറ്റിങ്. നല്ല സിമ്പിളാണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. എന്താണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്? ഹ്യൂമാനിസ്റ്റിക് ഐഡിയൽസ് were reflected profoundly in Renaissance paintings. നവോത്ഥാന പെയിൻറ്റിങ്ങിൽ പ്രധാനമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിരുന്നത്, കാണാൻ പറ്റിയിരുന്നത് എന്താണ്? ഹ്യൂമാനിസ്റ്റിക് ഐഡിയൽസ് ആണ്, മാനുഷികപരമായിട്ടുള്ള ആശയങ്ങളാണ്, അഥവാ മാനവികതയാണ്. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? യെസ്, മാനവികതയാണ് പ്രധാനമായിട്ടും നവോത്ഥാന പെയിൻറ്റിങ്ങുകളിൽ കാണാൻ പറ്റിയിരുന്നത്. ഇനി പെയിൻറ്റേഴ്സ് എന്താ ചെയ്തിരുന്നത്? പെയിൻറ്റേഴ്സ് ഓഫ് ദി ടൈം പ്രസൻറ്റഡ് എങ്ങനെയാണ് മനുഷ്യന്മാരെ അതിൽ വരച്ചിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ ആക്യുറേറ്റ് ആയിട്ടും കൃത്യതയോടുകൂടിയും ക്ലാരിറ്റിയോടുകൂടിയും അതുപോലെ മെറ്റിക്കുലസ് അറ്റൻഷൻ എന്ന് വെച്ച് എന്താണ്? സൂക്ഷ്മമായിട്ടുള്ള കൃത്യത. ഓക്കെ, ഓരോ കാര്യങ്ങൾക്കും കൊടുത്തിട്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ പെയിൻറ്റിങ്ങും പെയിൻറ്റേഴ്സ് വരച്ചിരുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയുന്നത് ദ നോളജ് ദേ ഹാഡ് acquired about human anatomy facilitated this artistic achievement. ഹ്യൂമൻ അനാട്ടമി, മനുഷ്യ ശരീരശാസ്ത്രം, അതാണ് അനാട്ടമി എന്ന് പറഞ്ഞെങ്കിൽ അതിനെപ്പറ്റി നല്ല അറിവുള്ളവരായിരുന്നു അവിടുത്തെ ആളുകൾ. സോ എന്താണ്, അവർക്ക് ഈ ആർട്ടിസ്റ്റിക് അച്ചീവ്മെൻറ്റ്, ഈ കലകൾ ഓരോന്ന് വരയ്ക്കുമ്പോഴും അവർക്ക് മനുഷ്യ ശരീരത്തിനെ പറ്റി ഓരോ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് വളരെ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിക് ആയിട്ട് തോന്നിയുന്ന വിധത്തിൽ അവർ ഓരോ പെയിൻറ്റിങ് വരച്ചിരുന്നു. ഓക്കെ, മോർ ഓവർ പെയിൻറ്റേഴ്സ് എംഫസൈസ്ഡ് റാഷണലിസം ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്. ഈ പെയിൻറ്റേഴ്സ് ചിത്രം വരയ്ക്കുമ്പോൾ എന്താ ചെയ്തിരുന്നത്? 2 കാര്യങ്ങൾക്ക് പ്രധാനമായിട്ടും എന്ത് കൊടുത്തു? ഊന്നൽ കൊടുത്തു. അതിന് എംഫസൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? റാഷണലിസം ഉണ്ട്, ഹ്യൂമൻ ഇമോഷൻസും ഉണ്ട്. യുക്തിപരമായിട്ടുള്ള ചിന്ത അല്ലേ, അതാണ് റാഷണലിസം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഓരോ വികാരങ്ങൾ, ഇമോഷൻസിനും പ്രാധാന്യം കൊടുത്തിട്ടാണ് ഓരോ പെയിൻറ്റിങ്ങും വരച്ചിരുന്നത്. അതെന്തിന് കാരണമായി? അട്രിബ്യൂട്ടിങ് സിഗ്നിഫിക്കൻസ് ടു ദി വാല്യൂസ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ഈ പെയിൻറ്റേഴ്സിൻ്റെ ചിത്രങ്ങൾ കാരണമായി. ക്ലിയർ അല്ലേ? യെസ്, എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്? റാഷണലിസവും ഹ്യൂമൻ ഇമോഷൻസും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. With the influence of humanism, artworks became increasingly precise and realistic. എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമാനിസം, മാനവികത എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നതോടു കൂടിയിട്ട് ഈ കലാപരമായിട്ടുള്ള വർക്കുകൾക്കെല്ലാം തന്നെ എന്ത് കൂടാൻ തുടങ്ങി? കൃത്യതയും യാഥാർത്ഥ്യം, റിയലിസ്റ്റിക്കും ആവാനായിട്ട് തുടങ്ങി. കൂടുതൽ കേട്ടാ, അത് ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ ഓൾറെഡി ഉണ്ടായിരുന്നതിനേക്കാളും കൃത്യതയും റിയലിസ്റ്റിക്കും ആവാനായിട്ട് ഈ ഹ്യൂമാനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നപ്പോൾ തുടങ്ങി. പെയിൻറ്റേഴ്സ് ഓഫൻ സെലക്റ്റഡ് തീംസ് ദാറ്റ് എംഫസൈസ്ഡ് തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഫോർ ദെയർ വർക്ക്സ്. അപ്പോൾ ഈ ചിത്രം വരയ്ക്കുന്ന ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ചിത്രം വരയ്ക്കുവാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരുന്ന ആശയങ്ങളെല്ലാം തന്നെ ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ. അതാണ് തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ദൈവ സിദ്ധാന്തങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവർ ഓരോ തീം, ആശയങ്ങളും സെലക്ട് ചെയ്തിരുന്നത്, ചിത്രം വരയ്ക്കാനുള്ള ആശയങ്ങൾ. ഓക്കെ, ഹൗവെവർ റിനൈസൻസ് പെയിൻറ്റിങ്സ് ഹാഡ് സർട്ടൻ അതർ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ആസ് വെൽ. ഈ മിഡീവിയൽ കാലഘട്ടത്തിലും ഈ നവോത്ഥാന കാലഘട്ടത്തിലും 2 സ്ഥലത്തും എന്താണ്, ഈ ദൈവിക സിദ്ധാന്തങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. എങ്കിലും ഈ നവോത്ഥാന പെയിൻറ്റിങ്ങുകളിൽ, റിനൈസൻസ് പെയിൻറ്റിങ്ങുകളിൽ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് അടുത്ത പേജിൽ ആദ്യം പറയുന്നുണ്ട്, കുറച്ച് പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ആ പ്രത്യേകതകൾ. നമുക്ക് നോക്കാം. 6 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിലൊന്നാമത്തെയാണ് ലാൻഡ്സ്കേപ്പുകൾ. അവിടുത്തെ ഭൂദൃശ്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രകൃതി എങ്ങനെയാണോ അതെല്ലാം കൃത്യതയോടുകൂടി വരച്ചിരുന്നു. ദ യൂസ് ഓഫ് കളർ ടു ഇല്ലിസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്. അവിടുത്തെ പ്രകാശത്തെയും അതുപോലെ തന്നെ അകലം, ആഴം, ഇതേപോലത്തെ ഫീച്ചേഴ്സ് എല്ലാം വരയ്ക്കാൻ വേണ്ടിയിട്ട് പല കളേഴ്സൊക്കെ ഉപയോഗിച്ചിരുന്നു. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ ഓഫ് ദി ഹ്യൂമൻ ബോഡി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മനുഷ്യ ശരീരത്തെ വളരെ യഥാർത്ഥമായ റിയലായ രീതിയിൽ വരച്ചിരുന്നത്.
നാലാമത്തെ പോയിന്റ് ഓയിൽ പെയിന്റുകളൊക്കെ ഉപയോഗിച്ച് വരച്ചിരുന്നു. ദ യൂസ് ഓഫ് ഓയിൽ പെയിന്റ്സ്. അഞ്ചാമത്തെ പോർട്രേറ്റ്സ് ആണ്. പോർട്രേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് എന്ത് പറയാം, ഈ മുഖങ്ങളെല്ലാം കാണിച്ച്, മനുഷ്യന്റെ മുഖങ്ങളെല്ലാം കാണിച്ച് വരയ്ക്കുന്ന ഈ പോർട്രേറ്റ്സ് എന്ന് പറയാം. ദി റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് അനുയോജ്യമായ രീതിയിൽ, അതാണ് ഐഡിയലൈസ്ഡ്. അതിന് വേറൊരു വാക്കും കൂടി ഉണ്ട്, ആദർശവൽക്കരിക്കപ്പെടുക, അതാണ് ഐഡിയലൈസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഹ്യൂമാനിസം വന്നപ്പം മനുഷ്യവൽക്കരിക്കപ്പെട്ടു. ഓക്കെ, ഹ്യൂമൻ ഫോംസിലാണ് കൂടുതൽ വരച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ഒരു 6 പോയിന്റ് പറയുന്നത്. എന്തൊക്കെയാണ് ഹ്യൂമാനിസം പെയിന്റിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പോയിന്റ്സ് പറയണം. ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന 2 പിക്ചേഴ്സ് ഒന്ന് നോക്കി നോക്കിക്കേ. അപ്പം അതിൻ്റെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് റിനൈസൻസ് കാലത്തെ പിക്ചേഴ്സാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തൊരു ടോപ്പിക്കാണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് നോക്കിയിട്ട് ഡിഫറൻസും കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് പെയിൻറ്റേഴ്സിനൊക്കെ പറ്റി പഠിക്കാൻ പോവാണേ. നോക്കാം നമുക്ക്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ ആർട്ട് വാസ് ഫസ്റ്റ് എവിഡൻറ്റ് ഇൻ ജിയോട്ടോസ് വർക്ക്. അപ്പോൾ ഈ ജിയോട്ടോ എന്ന് പറഞ്ഞൊരു ചിത്രകാരനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ കലകളിലായിരുന്നു നമുക്ക് ഗ്രീക്കോ റോമൻ കലയുടെ സ്വാധീനം ആദ്യം കണ്ടത്. ആരുടെ പിക്ചേഴ്സിലാണ്? ജിയോട്ടോ. ഓക്കെ, അതൊരു പെയിൻറ്ററാണ്. അപ്പോൾ ജിയോട്ടോ എന്ന് പറഞ്ഞ പെയിൻറ്ററുടെ വർക്കുകളിലായിരുന്നു ഗ്രീക്കോ റോമൻ കലകളുടെ ഒരു സ്വാധീനം ആദ്യം കാണാൻ പറ്റിയത്. എന്നിരുന്നാൽ കൂടി അതിനുശേഷം വേറൊരു പെയിൻറ്ററിനെ പറ്റി പറയാണ്. എന്താണ് പേര്? മസാച്ചിയോ. ഓക്കെ, ഹൗവെവർ ഇറ്റ് വാസ് മസാച്ചിയോ, എ പെയിൻറ്റർ ഹു എമേർജ്ഡ് ലേറ്റർ. പിന്നീട് വന്ന ഈ ജിയോട്ടോയ്ക്കൊക്കെ ശേഷം വന്നൊരു പെയിൻറ്ററാണ് ആര്? മസാച്ചിയോ ട്ടാ. ലേറ്റർ ക്രിയേറ്റഡ് എ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓൺ ഓൾ ആർട്ടിസ്റ്റ് ഹു കെയിം ലേറ്റർ. പിന്നീട് വന്ന എല്ലാ കലാകാരന്മാരിലും സ്വാധീനം ചെലുത്തിയ ഒരു പെയിൻറ്റർ ആയിരുന്നു ആര്? മസാച്ചിയോ. എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹത്തിൻ്റെ കലകളുടെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം. അടുത്ത സെൻറ്റൻസിൽ എന്തായിരുന്നു ആ പ്രത്യേകത എന്ന് പറയുന്നുണ്ട്. ഹിസ് വാൾ പെയിൻറ്റിങ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ദിയർ റൗണ്ട് ഇൻ ഷേപ്പ്. യെസ്, അദ്ദേഹത്തിൻ്റെ ചുമർ ചിത്രങ്ങളെല്ലാത്തിൻ്റെയും പ്രത്യേകതയാണ് പറയുന്നത് കേട്ടോ. അതെങ്ങനെയാണ്? ഏത് ഷേപ്പിലാണ്? റൗണ്ട് ഷേപ്പിലാണ്. അതുപോലെ തന്നെ ആൻഡ് സീംഡ് ടു പ്രൊട്രൂഡ് ഫ്രം ദി സർഫസ്. ആ പ്രതലത്തിൽ നിന്ന് കുറച്ച് തള്ളി നിൽക്കുന്ന, കുറച്ച് 3D മോഡലൊക്കെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാതും. ഷോക്കേസ്ഡ് ഹ്യൂമൻ ഫിഗേഴ്സ് എൻഗേജിങ് ഇൻ എവറിഡേ ലൈഫ് എക്സ്പീരിയൻസ്. ദിവസേന നമ്മൾക്ക് ഉണ്ടാവുന്ന ഓരോ എക്സ്പീരിയൻസ് ഒക്കെയാണ് അദ്ദേഹം ഓരോ പെയിൻറ്റിങ്ങിലും വരച്ചിരുന്നത്. ക്ലിയർ ആണോ? മെസാച്ചിയോ എന്ന് പറഞ്ഞ പെയിൻറ്ററിനെ ക്ലിയർ അല്ലേ? യെസ്, അപ്പം അത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതിൽ എന്താണ് പറയുന്നത്? ഈ ഡാവിഞ്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡാവിഞ്ചിയുടെ 2 പ്രധാനപ്പെട്ട പെയിൻറ്റിങ്സ് ആണ് അന്ത്യത്താഴം, ലാസ്റ്റ് സപ്പറും മൊണാലിസയും. അപ്പോൾ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന പെയിൻറ്റിങ്ങും മൊണാലിസ എന്ന് പറയുന്ന പെയിൻറ്റിങ്ങും ആരുടെയാണ്? ലിയോണാർഡോ ഡാവിഞ്ചിയുടെയാണ്. These paintings speak of a unique way in which Da Vinci harmonizes color, shadow and light. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളറും നിഴൽ, ഷാഡോ നിഴലും അതുപോലെ തന്നെ ലൈറ്റും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ഡാവിഞ്ചി എന്ത് ചെയ്തിട്ടുള്ളത്? പെയിൻറ്റിങ്സ് ഒക്കെ വരച്ചിരുന്നത്. അത് ഡാവിഞ്ചിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. എന്താ പറഞ്ഞത് നമ്മൾ? ഹാർമണൈസസ് എന്ന് വെച്ച് സംയോജിപ്പിക്കുക, ഒരുമിക്കുക. എന്തൊക്കെ? കളറും ഷാഡോയും നിഴല് ലൈറ്റും എല്ലാം കൂടെ എന്താ പറയുക, ഒരുമിച്ചിട്ട് സംയോജിപ്പിച്ചിട്ടാണ് അദ്ദേഹം പെയിൻറ്റിങ്സ് വരച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് എന്ത്? അദ്ദേഹത്തിന് മനുഷ്യ ശരീരത്തിനെ പറ്റി വളരെയധികം അറിവുണ്ടായിരുന്നു. വേഴ്സറ്റൈൽ ജീനിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വൈദഗ്ധ്യമുള്ള ഒരു പണ്ഡിതനായിരുന്നു ആര്? നമ്മുടെ ഡാവിഞ്ചി. അതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും പെയിൻറ്റിങ്സ്. ഇനി നമ്മൾ കാണുന്നത് ഡാവിഞ്ചിയുടെ 2 ലോകപ്രസിദ്ധ ചിത്രങ്ങളാണ്. ഇതൊക്കെ ലാസ്റ്റ് സപ്പറും മൊണാലിസയിലെ ഈ 2 ചിത്രങ്ങളുടെയും പ്രത്യേകതയാണ് ഇനി പറയുന്നത്. അതിനായിട്ട് നമുക്ക് ഒന്നാമത്തെ ലാസ്റ്റ് സപ്പറിനെ പറ്റി പറയാം.
അതിൻ്റെ കഥ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണം. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് സപ്പർ എന്ന് പറയുമ്പോൾ ഈ പിക്ചറിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു ആണ് ഈ നടുക്കിലിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും, അറിയാം. അപ്പം ഈ യേശു ക്രിസ്തു കൂടെ ഇരിക്കുന്നതെല്ലാം ശിഷ്യന്മാരാണ്, 12 ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറയുവാണ്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറയുവാണ് യേശു. ആ സമയത്ത് അവർക്കുണ്ടാവുന്ന എല്ലാ മുഖഭാവങ്ങളും ആര് വരച്ചിട്ടുണ്ട്? ഈ ഡാവിഞ്ചി ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ചിത്രത്തിൽ വരച്ചിട്ടുണ്ട്. എല്ലാവരും ആ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവും അല്ലേ? കാണാത്തൊരൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന പടത്തിൽ ഇമോഷൻസ് ലൈക്ക് സർപ്രൈസ്, എല്ലാവർക്കും ഒരു അത്ഭുതമാണ്, പേടി തോന്നുന്നുണ്ട്, ഫിയർ, അതുപോലെ തന്നെ ഗിൽട്ട്, ഒരു കുറ്റബോധമൊക്കെ തോന്നും. എല്ലാവരുടെ മുഖത്തൊന്ന് സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പം ഇതുപോലെയുള്ള മനുഷ്യൻ്റെ വികാരങ്ങളെ വരച്ച് കാണിച്ചിട്ടുള്ള ഡാവിഞ്ചിയുടെ ഒരു ചിത്രമാണ് ലാസ്റ്റ് സപ്പർ. ഓക്കെ, അതാണ് ഈ ലാസ്റ്റ് സപ്പറിനെ പറ്റി ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. ഇൻ ദി ലാസ്റ്റ് സപ്പർ ഇമോഷൻസ് ലൈക്ക് സർപ്രൈസ്, ഫിയർ ആൻഡ് ഗിൽറ്റ് ഓഫ് ക്രൈസ്റ്റ് ഡിസിപ്ലിൻസ് ആർ വിവിഡ്ലി എഡ്ജ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വ്യക്തമായി വരച്ച് കാട്ടിയിട്ടുണ്ട്. ആസ് ക്രൈസ്റ്റ് റിവീൽസ് ദാറ്റ് വൺ ഓഫ് ദം ബിട്രേ ദം. ആരോ ഒരാൾ നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തുണ്ടായിട്ടുള്ള വികാരങ്ങളാണ് നമുക്കിവിടെ വ്യക്തമായി ഡാവിഞ്ചി വരച്ച് കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി പറയുന്നത് മൊണാലിസ എന്ന് പറയുന്ന ചിത്രത്തിനെ പറ്റിയിട്ടാണ്. ഇറ്റ് ഈസ് വൈഡ്ലി അക്നോളജ്ഡ് ദാറ്റ് enigmatic expressions of Mona Lisa conceals many unanswered questions masterfully embodied by Leonardo da Vinci. മൊണാലിസ എന്ന് പറയുന്ന ചിത്രത്തിനെ പറ്റി നമ്മളെല്ലാവരും പൊതുവേ പറയുന്ന ഒരു കാര്യം എന്താണ്? എന്ത് എക്സ്പ്രഷനാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല, ചിരിക്കുവാണോ അതോ കരയുവാണോ എന്ന്. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആർക്കും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു എനിഗ്മാറ്റിക് എക്സ്പ്രഷൻസ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ് മൊണാലിസ എന്ന് പറയുന്ന ചിത്രത്തിൽ ആര് വരച്ചിരിക്കുന്നത്? ഡാവിഞ്ചി വരച്ചിരിക്കുന്നത്. അപ്പോൾ ഡാവിഞ്ചിനെ പറ്റി എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതെന്തായാലും പഠിക്കണം. ഇനി അടുത്ത ഒരു പെയിൻറ്ററാണ് മൈക്കൽ ആഞ്ചലോ. നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് മൈക്കൽ ആഞ്ചലോനെ പറ്റി പറയുന്നത് നോക്കാം. The paintings done on the ceiling of Sistine Chapel at Vatican along with the Last Judgment have cemented Michelangelo's status as an immortal artist. വത്തിക്കാനിലെ ഒരു ചാപ്പല്, ഒരു പള്ളിയിൽ, ഓക്കെ, എന്താണ് പള്ളിൻ്റെ പേര്? സിസ്റ്റീൻ ചാപ്പലിൽ അതിൻ്റെ സീലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സ് അലോങ് വിത്ത്, അതോടൊപ്പം തന്നെ ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന വേറൊരു പിക്ചറും കൂടി ഉണ്ട്. ഇത് രണ്ടും ആരുടെ വർക്കാണ്? മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന പെയിൻറ്ററിൻ്റെ വർക്കാണ്. ക്ലിയർ? ഏതൊക്കെയാണ്? സിസ്റ്റീൻ ചാപ്പൽ, വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൻ്റെ സീലിങ്ങുമുള്ള പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ദി ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന പെയിൻറ്റിങ്ങും ആരുടെയാണ്? മൈക്കൽ ആഞ്ചലോ. ഇനി മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന പെയിൻറ്ററിൻ്റെ പിക്ചേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹിസ് വർക്ക്സ് പ്രീഡോമിനൻ്റ്ലി ഫീച്ചർ പവർഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ ഹ്യൂമൻ ഫോംസ്. അദ്ദേഹം മനുഷ്യരെ നല്ല പവർഫുൾ, നല്ല ശക്തരായിട്ടും സുന്ദരരായിട്ടാണ് വരച്ചിരുന്നത്. ക്ലിയർ? യെസ്. അപ്പം മൈക്കൽ ആഞ്ചലോ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 2 പേരെ പറ്റി പറയുന്നത്. 2 പെയിൻറ്റേഴ്സ് ആരാണ്? ടിഷ്യൻ എന്ന് പറയുന്ന ഒരു പെയിൻറ്ററിനെ പറ്റിയിട്ടും റാഫേൽ എന്ന് പറയുന്ന പെയിൻറ്ററിനെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത്. ഇവർ 2 പേരും തന്നെ നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പെയിൻറ്റേഴ്സാണ്. ഓക്കെ. ഇനി റാഫേലിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തായിരുന്നു? എങ്ങനെയാണ് മനുഷ്യരെ വരച്ചിരുന്നത്? നല്ല ബുദ്ധിമാന്മാരായിട്ടും അന്തസ്സുള്ളവരുമായിട്ടാണ് റാഫേൽ വരച്ചിരുന്നത്. ഡിഗ്നിഫൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സുള്ളവർ. ഇൻ ദെയർ പെയിൻറ്റിങ്സ് ബ്യൂട്ടി ആൻഡ് ഐഡിയാസ് വെർ ഗിവൻ ഈക്വൽ ഇമ്പോർട്ടൻസ്. ഈ റാഫേലിൻ്റെയും ടിഷ്യൻ എന്ന് പറയുന്ന പെയിൻറ്ററിൻ്റെയും 2 പേരുടെയും പെയിൻറ്റിങ്സിൽ ഭംഗിക്കും അതുപോലെ തന്നെ ആശയങ്ങൾക്കും ഐഡിയാസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ആരൊക്കെ പറ്റി നമ്മൾ പഠിച്ചു? ഇപ്പോൾ ടിഷ്യനെ പറ്റി പഠിച്ചു, റാഫേൽ എന്ന് പറയുന്ന പെയിൻറ്ററിനെ പറ്റി പഠിച്ചു, മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന പെയിൻറ്ററിനെ പറ്റി പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? ഡാവിഞ്ചി അല്ലേ? ഡാവിഞ്ചിനെ പറ്റി നോക്കി. പിന്നെ മെസാച്ചിയോ എന്ന് പറയുന്ന പെയിൻറ്റർ നമ്മൾ ആദ്യം കണ്ടു. ക്ലിയർ? ഇത്രയും പേരുടെ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകതയും എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടു.
ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഫുൾ നോട്ട് എഴുതാൻ പറയുന്നുണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് നോക്കി വെക്കണം. ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ചോദിക്കും. റിനൈസൻസ് പെയിന്റിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് പ്രധാനപ്പെട്ട പെയിന്റേഴ്സ് ഉണ്ടായിരുന്നത്, ആ പെയിന്റേഴ്സിന്റെ ആ സമയത്ത് പെയിന്റിങ്ങിന്റെ പ്രത്യേകതയൊക്കെ ചോദിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാം. ക്ലിയർ? സ്കൾപ്ചർ ആകെ ഒരു പാരഗ്രാഫ് ഇത്ര തന്നെയുള്ളൂ കേട്ടോ. സ്കൾപ്ചറിനെ പറ്റി പഠിക്കാൻ ശ്രദ്ധിച്ചിരിക്കണം. ചിത്രകലയെ പോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച പെയിൻറ്റിങ്സിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് എന്ത്? ശില്പങ്ങൾ. ഓക്കെ, ശില്പകല എന്ന് പറയുന്നത്. ഡൊണാറ്റെല്ലോ എന്ന് പറയുന്ന ഒരു ശില്പിയാണ് നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. ആരാണ്? ഡൊണാറ്റെല്ലോ. He liberated the art of sculpture from the medieval Gothic style, giving his works greater power and individuality. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മിഡീവിയൽ കാലഘട്ടത്തിൽ, മധ്യകാലത്തിൽ നിലനിന്നിരുന്ന ശില്പങ്ങൾക്കെല്ലാത്തിനും ഒരേ സ്റ്റൈലായിരുന്നു. അതിൻ്റെ പേരാണ് ഗോത്തിക് സ്റ്റൈൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോത്തിക് സ്റ്റൈലിലായിരുന്നു മിഡീവിയൽ പീരീഡിൽ എന്തുണ്ടാക്കിയിരുന്നത്? ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഈ ഡൊണാറ്റെല്ലോ എന്ന് പറയുന്ന ശില്പിയാണ് എന്ത് ചെയ്തത്? ഇതിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചു എന്ന് പറഞ്ഞാൽ ഗോത്തിക് സ്റ്റൈലിലല്ല അദ്ദേഹം നിർമ്മിച്ചിരുന്നത്. കൂടുതൽ പവറും അതുപോലെ തന്നെ ഓരോ ശില്പങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വം, ഓരോ ശില്പങ്ങളും അതിൻ്റേതായിട്ടുള്ള യുണീക്നെസ് ആളുടെ ശില്പങ്ങളിൽ ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? ആരെ പറ്റി നമ്മൾ പഠിക്കുന്നത്? ഡൊണാറ്റെല്ലോ എന്ന് പറയുന്ന ഒരു ശില്പിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. റിനൈസൻസ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ശില്പിയായിരുന്നു ഡൊണാറ്റെല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു? ലിബറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതിൽ നിന്ന് മോചിപ്പിച്ചു എന്നൊക്കെ പറയില്ലേ. ഈ മിഡീവിയൽ ഗോത്തിക് സ്റ്റൈലിലായിരുന്നു അവിടുത്തെ ശില്പങ്ങളെല്ലാം നിർമ്മിച്ചിരുന്നത്. അതിൽ നിന്നൊരു മോചനമാണ് ആര് കൊണ്ടുവന്നത്? ഈ ഡൊണാറ്റെല്ലോ എന്ന് പറയുന്ന ശില്പി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്കുകൾക്ക് കൂടുതൽ പവറും അതുപോലെ തന്നെ വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റിയും കൊടുത്തു. ക്ലിയർ അല്ലേ? യെസ്. ഹിസ് ഐക്കണിക് ബ്രോൺസ് സ്കൾപ്ചർ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് പറയുന്നത്. 2 എണ്ണം ഉണ്ട്. ഒന്ന് ഡേവിഡ്, അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് ഗത്താമലാത്ത. എന്താണ്? ഡേവിഡും ഗത്താമലാത്ത. ക്ലിയർ ആണോ? യെസ്. ഡേവിഡ് എന്ന് പറയുന്നത് ഒരു വെങ്കലം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ശില്പമാണ് ഡേവിഡ്. ഇപ്പം ഡേവിഡ് എന്ന് പറയുന്ന വെങ്കല ശില്പത്തിൽ അദ്ദേഹം എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു പിക്ചർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു കൗമാരക്കാരനായിട്ടുള്ള ഒരു യുവാവ്, കാല് കാണാനില്ല, ഒറ്റക്കാലിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു ശില്പമാണ് ഡേവിഡ് എന്ന് പറയുന്ന ശില്പം. ക്ലിയർ? ഇനി വേറൊരു വർക്കാണ് ഞാൻ പറഞ്ഞു, ഗത്താമലാത്ത. അതിലെന്താണ്? അതിലൊരു സോൾജറിനെയാണ്, ഒരു പട്ടാളക്കാരൻ ഒരു കുതിരപ്പുറത്തിരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ആ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ആ പേജിൽ തന്നെ താഴെ കാണിക്കുന്നുണ്ട് അത്. ഓക്കെ, അത് ആൻഷ്യൻ റോമിൽ, പൗരാണിക റോമിൽ ഉള്ള ഒരു കുതിര സവാരിക്കാരനെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ത്രൂ ദിസ് മാസ്റ്റർപീസ് ഡൊണാറ്റെല്ലോ ഇമ്മോർട്ടലൈസ്ഡ് എ സെക്യുലർ ഹീറോ. മതേതര നായകന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം ഡൊണാറ്റെല്ലോ എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഇതേപോലെയുള്ള ശില്പങ്ങൾ, ഗത്താമലാത്ത എന്ന് പറഞ്ഞ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലിയർ ആണോ? ഡൊണാറ്റെല്ലോ എന്ന് പറയുന്ന ശില്പിനെ മനസ്സിലായില്ലേ? യെസ്. ഏതാണ് 2 പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശില്പം? ഡേവിഡും ഗത്താമലാത്തി. ഇപ്പം നമ്മൾ ഡൊണാറ്റെല്ലോനെ പറ്റി പഠിച്ചല്ലേ? അതേപോലെ നമ്മൾ മൈക്കൽ ആഞ്ചലോനെ പറ്റി പഠിക്കും. മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ശില്പിയാണ്. അദ്ദേഹം ഈ ഗ്രീക്കോ റോമൻ സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് ചെയ്തത്? ദൈവങ്ങളെ മനുഷ്യരൂപത്തിൽ അദ്ദേഹം നിർമ്മിച്ചിരുന്നു. ആരെ? മൈക്കൽ ആഞ്ചലോന്റെ ശില്പങ്ങളിൽ നമുക്ക് ദൈവങ്ങളെ കൂടുതൽ മനുഷ്യരൂപങ്ങളിൽ കാണാൻ പറ്റിയിരുന്നു. അത് ഗ്രീക്കോ റോമൻ സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം നിർമ്മിച്ചിരുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഹിസ് റിനോൺഡ് വർക്ക്സ് സച്ച് ആസ് ദി പിയാത്ത portraits Virgin Mary with Jesus Christ on her lap and the majestic sculpture of David. ഓക്കെ,
അപ്പം 2 പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഒന്ന് പിയത്ത, അതെന്താണ്, മാതാവ് ഈശോനെ മടിയിൽ വെച്ചിരിക്കുന്ന ഒരു സ്കൾപ്ചർ. ഇനി രണ്ടാമത്തതാണ് ഡേവിഡിൻ്റെ ഒരു ശില്പം താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് ആരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ, നമ്മുടെ മൈക്കൽ ആഞ്ചലോൻ്റെ. സ്കൾപ്ചേഴ്സും ഫുള്ളായിട്ട് പഠിച്ചു. ലാസ്റ്റ് സെൻറ്റൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ്, ഹാവ് സിമെന്റഡ് ഹിസ് ലെഗസി ആസ് എൻ ഇമ്മോർട്ടൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ വെച്ചാൽ നമ്മൾ പറയില്ലേ, ഒരു കലാകാരനെ അനശ്വരനാക്കി എന്നൊക്കെ. ഈ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സ് കാരണം നമ്മൾ ഒരിക്കലും മൈക്കൽ ആഞ്ചലോനെ മറക്കില്ല അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെൻറ്റൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പം ആരൊക്കെ പറ്റി പഠിച്ചു? സ്കൾപ്ചേഴ്സിൽ 2 പേരെ പറ്റി പഠിക്കാനുള്ളൂ, ഡൊണാറ്റല്ലോയും മൈക്കൽ ആഞ്ചലോയും. അവരുടെ 2 പേരുടെയും 2 പ്രധാനപ്പെട്ട ശില്പങ്ങളെ പറ്റിയിട്ടും പഠിക്കണം. ക്ലിയർ? യെസ്. ഇനി അടുത്തതാണ്, അപ്പോൾ പെയിൻറ്റിങ് പഠിച്ചു, സ്കൾപ്ചേഴ്സ് പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? ലിറ്ററേച്ചർ അല്ല, അതിന് മുന്നേ നമുക്ക് ആർക്കിടെക്ചറിനെ പറ്റി പഠിക്കണം. യെസ്, Architecture was another field that witnessed transformation besides painting and sculptures. ഈ ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും മാത്രമല്ല മാറ്റം സംഭവിച്ചത്, എന്തിനും കൂടെയുണ്ട് ആർക്കിടെക്ചർ. എന്താണ് ആർക്കിടെക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് ഒക്കെ പണിയില്ലേ, അതിനെയാണ് പറയുന്നത്. നമുക്കിതിലെ ഒരാളുടെ പേരാണ് പഠിക്കാനുള്ളത്. ആരാണ്? ഫിലിപ്പോ ബ്രൂണലെസ്കി. ഫിലിപ്പോ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ആർക്കിടെക്ചറിൽ പുതിയൊരു സ്റ്റൈൽ കൊണ്ടുവന്നു. Quite different from the Gothic architectural style of the medieval period. എന്താണ്, മിഡീവിയൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഗോത്തിക് സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു നമ്മുടെ ഫിലിപ്പോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, ഈ ആർക്കിടെക്ചറിൽ ഉണ്ടായിരുന്ന സ്റ്റൈല്. ഇൻഫ്ലുവൻസ് ഓഫ് ആൻഷ്യൻ ഗ്രീക്കോ റോമൻ സ്റ്റൈൽ ഈസ് എവിഡൻറ്റ് ഇൻ ദി കത്തീഡ്രൽ ഹി ബിൽഡ് ഇൻ ഫ്ലോറൻസ്. ഫ്ലോറൻസിൽ നിർമ്മിച്ച ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ നമുക്ക് ഇത് വ്യക്തമായി കാണാനായിട്ട് സാധിക്കും. The lofty towers found in Gothic style were replaced with domes. Domes എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു പിക്ചറിൽ കാണാല്ലേ, ഈ മുകളിൽ കാണുന്നത്, അതിനെയാണ് ഡോംസ് എന്ന് പറയുന്നത്. ഈ ഉയർന്ന കെട്ടിടങ്ങളുടെ മുകൾ ഭാഗമെല്ലാം എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഡോംസ് പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. ലേറ്റർ ഇൻ ദി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അല്ലെ, റോമിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സവിശേഷതയിലും നമുക്ക് ഈ ഒരു സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അതെ, താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം ഡോംസ് എല്ലാം ഉണ്ട് അല്ലേ. മൈക്കൽ ആഞ്ചലോ, ബ്രമാന്ത, അതുപോലെ തന്നെ ഫിലിപ്പോ, ഈ 3 പേരും കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റൈലിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ? യെസ്. അതാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ 3 ടോപ്പിക്ക് കവർ ചെയ്തേ. പെയിൻറ്റിങ് പഠിച്ചു, സ്കൾപ്ചർ പഠിച്ചു, ആർക്കിടെക്ചർ പഠിച്ചു. ഇനി ഗോത്തിക് സ്റ്റൈൽ എന്താണ് എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ദേ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഗോത്തിക് സ്റ്റൈൽ. ഗോത്തിക് സ്റ്റൈലിലുള്ള ബിൽഡിങ്ങിൻ്റെ പിക്ചർ കണ്ടുവോ? യെസ്, ദേ ഇവിടെ ഉള്ളതാണ് ഗോത്തിക് സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു ബിൽഡിങ്. ഫ്രാൻസിലാണ് ഈ ഗോത്തിക് സ്റ്റൈല് ഒറിജിനേറ്റ് ചെയ്തത് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി എന്താണ്? ഇനി റിനൈസൻസ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സാഹിത്യ രീതികളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ, ഇന്നത്തേക്ക് മതിയോ? അപ്പം ഇത്രയ്ക്കും അടിപൊളിയായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചു വരിക. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്ക് മുതൽ ഇനിയും കുറച്ചധികം പഠിക്കാനുണ്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ. സോ ഇതുവരെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.